അന്താരാഷ്ട്ര ഫൈറ്റർ ഡ്രഗ് കടത്തു സംഘത്തിലെ പ്രധാനികൾ കൊച്ചിയിൽ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി ഉമേഷ് കുമാർ, മലപ്പുറം സ്വദേശി ഫിർദൌസ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. 30,000 കിലോ വരുന്ന 12 കോടി വേദന സംഹാരി ഗുളികകൾ കടത്താൻ ശ്രമിച്ച സംഘത്തിലെ കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ലിബിയയിലേക്ക് ഗുളികകൾ കടത്താനായിരുന്നു ശ്രമം. റാംഷാ CP ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. റാംഷാ, അതായത് 1000 കോടി രൂപയുടെ എങ്കിലും ഒരു വില വരുന്ന ബ്ലാക്ക് മാർക്കറ്റിൽ വില വരുന്ന ലഹരിയല്ലേ ഇവർ ഈ കടത്താൻ ശ്രമിച്ചിട്ടുള്ളത്? ഇവർ ആരാണ്? ഇവരെക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത്? ഇവരിൽ നിന്ന് ഇനി കൂടുതൽ ആളുകളിലേക്കുള്ള അന്വേഷണം എങ്ങനെയായിരിക്കും? തീർച്ചയായും 1000 കോടി രൂപ അന്താരാഷ്ട്ര ബ്ലാക്ക് മാർക്കറ്റിൽ വില വരും എന്ന് പറയുന്ന സാധനങ്ങളാണ് ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദില്ലിയിൽ നിന്നാണ് ഈ വേദന സംഹാരികൾ കസ്റ്റംസ് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായത്. അത് ഏകദേശം 30,000 കിലോ, അതായത് 12,000 ടാബ്ലറ്റുകളോളം വരും എന്നതാണ് കണക്കുകൾ പറയുന്നത്. ഏതായാലും ഇതിൽ പ്രധാനികളായ 2 പേരെയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇന്നലെ പിടികൂടിയത്. കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗമാണ് ഇവരെ പിടികൂടിയത്. ഒരാളെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ ഉമേഷ് കുമാർ, അതോടൊപ്പം മലപ്പുറം സ്വദേശിയായ ഫിർദൌസ് എന്നിവരെയാണ് ഇന്നലെ ഇടപ്പള്ളിയിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. കസ്റ്റംസ് പറയുന്നത് ഇവർ വലിയൊരു ശൃംഖലയുടെ ഭാഗമാണ്. അതായത് ലിബിയയിലേക്ക് കടത്തുന്നതിന് വേണ്ടിയാണ് ദില്ലിയിലെ ഗോഡൌണിൽ ഇത്തരത്തിൽ കിലോ കണക്കിന്, അതായത് 30,000 കിലോയിലധികം വരുന്ന ഈ ഗുളികകൾ, വേദന സംഹാരി ഗുളികകൾ സൂക്ഷിച്ചു വെച്ചത്. ഇത് ലിബിയയിലേക്ക് കടത്താനായിരുന്നു. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടത്തുന്ന സംഘങ്ങളിലെ പ്രധാനികളാണ് ഈ പിടികൂടിയവർ. ഇതിൽ 2 പേർ മലയാളികളെയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പിടികൂടിയത്. ഒരാളെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. മറ്റാളുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഏതായാലും ഇതൊരു വലിയ ശൃംഖല തന്നെയാണ്. അന്തർദേശീയ തലത്തിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢ സംഘമാണ്. അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ഇന്നലെ പിടികൂടിയത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ശരി, റാംഷാ CP ആണ് പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതായത് 1000 കോടി രൂപ അന്താരാഷ്ട്ര ബ്ലാക്ക് മാർക്കറ്റിൽ വിലയുള്ള ലഹരിയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിലെ 2 കണ്ണികളാണ്. അവർ മലയാളികളാണ്. കൊച്ചിയിൽ നിന്നാണ് പിടികൂടിയത്. കൂടുതൽ ആളുകൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അന്വേഷണം അവരിലേക്ക് കൂടി എത്തട്ടെ.